അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പം ശാരീരികമായ തടസ്സങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് മാനസികമായിട്ടുള്ള തടസ്സങ്ങളാണ്. അതായത് ഇപ്പോൾ എന്തെങ്കിലും പരിപാടിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മാനസിക പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ മുൻപ് ചെയ്തൊരു പ്രവൃത്തി വിജയിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന ഒരു ടെൻഷൻ നമുക്കുണ്ടാവും. അതായത് ഇപ്പോൾ നമ്മൾ മുമ്പ് ഇതേപോലത്തെ ഒരു പ്രവൃത്തി നമ്മൾ വേറെ സ്ഥലത്ത് ചെയ്തു. അതായത് ഇപ്പോൾ ഒരു കച്ചവടം, നമ്മളൊരു സ്പെയർ പാർട്സ് കച്ചവടം നമ്മളൊരു സ്ഥലത്ത് ചെയ്തു, അല്ലെങ്കിൽ ഒരു വസ്ത്ര കച്ചവടം നമ്മളപ്പുറത്ത് ചെയ്തു. അപ്പോൾ അത് വിജയിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വീണ്ടും ഒന്ന് തുടങ്ങാൻ പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങളുണ്ടാവും. ചില ആളുകൾക്ക് അത് തുടങ്ങണ്ടേ, ഇനിയും അങ്ങനെ സംഭവിക്കില്ല, ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ പൊതുവെ നമ്മൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മളൊരു ആങ്സൈറ്റിയിലായിരിക്കും. അതായത് നമുക്ക് ഇപ്പം അന്നത്തെ ആ നഷ്ടം നികത്തണം, നമ്മൾ കൂടുതൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കടം വാങ്ങിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിറ്റിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഈ പരിപാടികൾ നടത്തുക. അപ്പോൾ ഇനി അതും വിജയിക്കൂലേ എന്നുള്ള ആങ്സൈറ്റിയും അയാൾക്കുണ്ടാവും. അപ്പോൾ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ആകെ മാനസികമായിട്ടുള്ളൊരു പ്രശ്നത്തിലായിരിക്കും ഉണ്ടാവുക. അതായത് നമ്മളിപ്പോൾ പല മോട്ടിവേഷൻസ് ആളുകളും കാണുന്നത്, അപ്പോൾ മോട്ടിവേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലായിരിക്കും വരുന്നുണ്ടാവും. അപ്പോൾ കച്ചവടം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഒരു പരിപാടി അല്ലെങ്കിൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കാര്യം, നമ്മളൊരു കാര്യം തുടങ്ങി അതുകൊണ്ട് തന്നെ അങ്ങോട്ട് വിജയിക്കും അങ്ങനെയല്ലല്ലോ. നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക, റബ്ബാണ് അതിൽ ബർക്കത്ത് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അത് നമുക്ക് വിജയിക്കുന്ന ഒരു ഘട്ടം വരെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക, അതിനുശേഷം അതിനെ ഉയർത്താനുള്ള ശ്രമങ്ങൾ നടത്തുക, ഇതൊക്കെയാണ് വേണ്ടത്. ഇനി അതല്ലാത്ത ഒരാളുകളുണ്ടാവും, നമ്മൾ ബിസിനസ് ഇങ്ങനെ തുടങ്ങാൻ ഫസ്റ്റായിട്ട് ബിസിനസ് തുടങ്ങാൻ പോകുമ്പോൾ വേറെ ഇതുവരെ ബിസിനസ്സൊന്നും ചെയ്തില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്പെയർ പാർട്സ് കട അല്ലെങ്കിൽ ഒരു ക്ലോത്തിൻ്റെ ബിസിനസ്സോ അങ്ങനത്തെ ഒരു കടയിൽ നിന്നൊരാൾ, ഒരു സേഫ് സോണാണ് കടയിൽ നിൽക്കുക എന്ന് പറയുമ്പം മുതലാളിയാണ് അവിടുത്തെ ഭാരങ്ങളൊക്കെ ശ്രമിക്കുക. നമുക്കിപ്പോൾ കച്ചവടം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് നമ്മളെ ശമ്പളം കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് സ്വന്തമായിട്ട് ചെയ്യുമ്പം നമുക്കതൊരു ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും. അത് വിജയിക്കൂലേ, നമ്മൾ തുടങ്ങാൻ പോകുന്ന കാര്യങ്ങളിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നുള്ള ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടാവും. ഭയങ്കര ആങ്സൈറ്റി ഉണ്ടാവും, നമുക്ക് ഭയങ്കര മാനസിക പ്രശ്നങ്ങളുണ്ടാവും. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനം, അത് ചില മുതലാളിമാരിപ്പോൾ നമ്മൾ നല്ലൊരാളാണെങ്കിൽ നമ്മോട് പറയും നിങ്ങൾ ഏറ്റെടുത്തോ, അപ്പോൾ അത് ഏറ്റെടുത്ത് നടത്തിക്കോ എന്ന് പറയുമ്പം ഇപ്പോൾ നമ്മളടുത്തൊക്കെ വരുന്ന ചില ആളുകളുണ്ട്, അവർ വളരെ ടെൻഷനായിരിക്കും. അതായത് ഞാൻ ഏറ്റെടുത്ത് നടത്തിയാൽ എങ്ങനെ ഇത് നടക്കുമോ, എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, അങ്ങനെ ഭയങ്കര ആത്മവിശ്വാസക്കുറവുമായിരിക്കും. പിന്നെ അയാൾക്ക് പൊതുവേ ഒരു സേഫ് സോൺ ആണല്ലോ. ഇപ്പോൾ ഒരു നടത്താൻ ഒരാളുണ്ടാകുമ്പോൾ നമ്മൾ രാവിലെ പോകുന്നു, നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു, വൈകുന്നേരം നമ്മളുടെ പണി കഴിഞ്ഞ് വരുന്നു. നേരെ മറിച്ച് ഒരു കട നമ്മളത് റൺ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളതിൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ആയിരിക്കില്ല. നമുക്ക് പറഞ്ഞ സമയത്ത് ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി നേരത്തെ പോകേണ്ടി വരും, നമുക്ക് ആ പറഞ്ഞ സമയത്ത് ഇറങ്ങാൻ പറ്റില്ല, നമ്മളതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടി വരും. അതിൻ്റെ സാധനങ്ങൾ വരുന്നതും പർച്ചേസും ഒക്കെ നമ്മൾ നോക്കേണ്ടി വരും. നമുക്ക് കുറച്ചും കൂടി ഉത്തരവാദിത്തങ്ങളും നമുക്ക് ടെൻഷനും കൂടും. അപ്പോൾ അതൊക്കെ ഏറ്റെടുക്കാൻ പറ്റൂലേ എന്ന് ടെൻഷൻ അടിക്കുന്ന ആളുകളുണ്ട്. അതേപോലെ ഇനി അങ്ങനെയൊക്കെ കഴിവുകളുണ്ടെങ്കിലും ഇപ്പം മുമ്പ് അങ്ങനെയൊക്കെ നടത്തി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരാജയപ്പെട്ട ആളാണെങ്കിൽ അതിൻ്റെ ടെൻഷൻ. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഇങ്ങനെ ഒരു മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ പല ആളുകൾക്കും ഉണ്ടാവും. മാനസികമായിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ ഇതിൽ ഈ പ്രശ്നങ്ങൾ മാത്രമല്ല, നമുക്കൊരു മടി, ഞാനത് ഏറ്റെടുത്താൽ ശരിയാവുമോ, അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാനുള്ള ഭയങ്കരമായ മടികൾ. ഇപ്പോൾ ഒരാൾ കട ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ പോലും ചെയ്യാത്ത ആളുകളുണ്ട്. അല്ലെങ്കിൽ നീ വാ ഞാൻ നിനക്കൊരു ജോലി തരാം എന്ന് പറഞ്ഞാൽ പോലും പോകാതിരിക്കുന്ന ആളുകൾ. ഒക്കെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഭയങ്കരമായ ലേസി, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായ മടി. ഈ മടി എന്ന് പറഞ്ഞാലുള്ളൊരു പ്രശ്നം തരും. നമുക്ക് ഇപ്പോൾ ഒരു പ്രവൃത്തി ചെയ്തിട്ടത് ശരിയാവുന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഇത് ചെയ്യാനുള്ള മനസ്സ് തന്നെ ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മതി. ഈ മടിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഭയങ്കര പിന്നോട്ടായിരിക്കും. ഒരു ഊർജ്ജസ്വലമായിട്ട് അയാൾക്ക് ഒരു കാര്യത്തിന് ഇടപെടാൻ പറ്റില്ല. പിന്നെ ഒരുപാട് കുറ്റപ്പെടുത്തലുകളും ഉണ്ടാവും. അപ്പോൾ നമുക്ക് മടി, ഇപ്പം ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഏറ്റെടുക്കാനൊക്കെ ഉള്ള മടിയുള്ള ആളുകൾ, അല്ലെങ്കിൽ ഭയങ്കര ആശയക്കുഴപ്പം, ഞാനിത് നിൽക്കണോ, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ഫീൽഡ്. ഇപ്പോൾ അങ്ങനെ ഒരു പഠിച്ച ജോലിയൊന്നും കിട്ടാത്ത ആളുകൾ,
അല്ലെങ്കിൽ ഒരു കാര്യത്തിലും അത്ര മാഹിറായിട്ട് നമ്മളുടേതായിട്ടുള്ളൊരു മേഖല ചെയ്യാത്ത ആളുകൾ, അല്ലെങ്കിൽ ഒരു കാര്യത്തിലും അങ്ങനെയൊന്നും മാഹിറായില്ല, എല്ലാ ജോലിയും ചെയ്യാൻ പറ്റിയ ഒരു ഇതുള്ള ആളുകൾക്ക് ഞാനിത് ഏറ്റെടുക്കണോ എന്നുള്ള ഭയങ്കരമായ ആശയക്കുഴപ്പുണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ വേറൊരു വേർഷൻ. അപ്പോൾ ഈ ആശയക്കുഴപ്പുണ്ടാകുന്ന ആളുകൾ, അതായത് നമുക്കിപ്പോൾ ഒരു പരിപാടി തുടങ്ങണോ, ഇപ്പോൾ തുടങ്ങാനൊക്കെ ഉള്ള സെറ്റപ്പ്, അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തന്നു, അല്ലെങ്കിൽ നമ്മളായിട്ട് തന്നെ ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങാം എന്ന് കരുതി ഇറങ്ങി നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ഭയങ്കരമായ ആശയക്കുഴപ്പമുണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട്, അതായത് വേറൊരു സ്ഥലത്ത് നടത്തിയ കട അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് ഇതേ സംഭവം ഒരാൾ നടത്തിയിട്ട് ഉണ്ടായ പ്രശ്നങ്ങൾ കേൾക്കുകയോ വായിക്കുകയോ ആരെങ്കിലുമൊക്കെ പറയുകയോ ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഭയങ്കര ആശയക്കുഴപ്പങ്ങൾ. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്നുള്ളൊരു ആത്മവിശ്വാസക്കുറവ്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എണീക്കുന്ന സമയത്തും ഉറങ്ങുന്ന സമയത്തും ഇതേപോലെ ഫാത്തിഹ, ആയത്തുൽ കുർസി, ഇഖ്ലാസ്, ഫലക്ക്, അതേപോലെ നാസ്, ഇത് 7 വട്ടമോ 3 വട്ടമോ 11 വട്ടമോ 21 വട്ടമോ അവനവൻ്റെ പ്രശ്നങ്ങൾക്കും അവനവൻ്റെ സമയത്തിനും അവനവൻ്റെ മാനസിക ഇതിനും അനുസരിച്ച് അധികരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. അതേപോലെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ വനഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വനഊദു ബിക മിൻ വലബത്തി ദൈനി വഖഹരി റിജാൽ. ഈ ദുആ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഫാത്തിഹ, ആയത്തുൽ കുർസി, ഇഖ്ലാസ്, ഫലക്ക്, നാസ് ചെല്ലിയതിന് ശേഷം 21 35 നമ്മളെ സൗകര്യത്തിനനുസരിച്ച് ചെല്ലാം. അതേപോലെ തന്നെ അത് കൂടാതെ തന്നെ എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷം ഇതൊരു 11 21 വട്ടം ചെല്ലാനുള്ള ശ്രമം നടത്തുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ മടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറയും. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്, നമ്മളിങ്ങനത്തെ മടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക, സുന്നത്തുകൾ അധികരിപ്പിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനത്തെ ആശയക്കുഴപ്പമുണ്ടാകുന്ന സമയത്ത് സെയിം പ്രവൃത്തി ചെയ്യുന്ന ആളുകളോട്, അല്ലെങ്കിൽ നമുക്ക് ബഹുമാനമുള്ള ആളുകളോട്, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം അംഗീകരിക്കാൻ പറ്റിയ ആളുകളുണ്ടാവും, വിശ്വാസമുള്ള ഒരാളെ സമീപിച്ച് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ സംശയങ്ങൾ തീർക്കാനുള്ള ശ്രമം നടത്തുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ പോലെ അവരിൽ നിന്ന് കിട്ടുന്നൊരു മോട്ടിവേഷൻ നമുക്ക് ഇങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങൾ തീരും. അതേപോലെ തന്നെ സെയിം പ്രവൃത്തി ചെയ്യുന്ന ആളുകളിൽ നിന്ന് അഡ്വൈസ് സ്വീകരിക്കാനുള്ള ശ്രമം നടത്തുക. അപ്പോൾ നമുക്ക് ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതേ സെയിം പ്രൊഫഷൻ ചെയ്യുന്ന ആളുകൾക്ക് നമ്മളെ ഉപദേശിക്കാൻ പറ്റും. അവർ നേരിട്ട അതേപോലെ അവർ നേരിട്ട പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ നമ്മൾ ഒഴിവാക്കണം, എന്തൊക്കെ നമുക്കിപ്പോൾ എന്തായാലും നമ്മളൊരു പരിപാടി തുടങ്ങുമ്പം നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും. ഇങ്ങനെ ഈസി ആയിട്ട് കാര്യങ്ങൾ പോകില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈസി ആയിട്ടൊരു കാര്യം നടക്കുകയാണെങ്കിൽ എനിക്കത് അത്ര ഒരു റാഹത്താവില്ല. ഞാൻ ശരിയായ ദിശയിലല്ല പോകുന്നതെന്ന് എനിക്ക് തോന്നും. കുറച്ച് തടസ്സങ്ങളൊക്കെ വന്ന് അത് മാറ്റാൻ ഇത് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഞാൻ ശരിയായൊരു ദിശയിലാണെന്ന് എനിക്ക് തോന്നുക. അപ്പോൾ തടസ്സങ്ങളില്ലാത്തൊരു കാര്യം ഭൂമിയിലുണ്ടാവില്ല. അപ്പോൾ അതിനൊക്കെ വഴിഞ്ഞു മാറാനുള്ള അല്ലെങ്കിൽ അതിനൊക്കെ വിജയിക്കാനുള്ള മാർഗങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ അതേപോലെ അഡ്വൈസ് സ്വീകരിക്കാം. അതേപോലെ തന്നെ നമുക്ക് വായന, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഓരോരുത്തർ മറികടന്നത്, ഓരോരുത്തരുടെ ബിസിനസ് വിജയങ്ങളൊക്കെ ഉള്ള ബയോഗ്രാഫികൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ മോട്ടിവേറ്റഡായി മുന്നോട്ട് പോവാം. അതേപോലെ എല്ലാവരോടും നല്ല സന്തോഷത്തിൽ പെരുമാറും. അപ്പോൾ നമുക്ക് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചുറ്റുമുള്ളവരും കൂടി നമ്മളത് ബാധിപ്പിക്കാതിരിക്കാനുള്ള ശ്രമം നടത്തുക, അവരോടൊക്കെ ഹൃദ്യമായിട്ട് പെരുമാറുക. അപ്പോൾ എല്ലാവരോടും നന്നായിട്ട് പെരുമാറുമ്പം നമുക്കും ഒരു ഊഷ്മളത കിട്ടും. നമ്മളിപ്പോൾ ചൂടായിട്ടോ ദേഷ്യത്തോടെയോ ആണ് നമ്മൾ വൈകാരികമായിട്ടൊക്കെ നമ്മൾ പ്രതികരിച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ കാലുഷ്യമാക്കാൻ അന്തരീക്ഷം നമുക്ക് വീണ്ടും ടെൻഷൻ ഉണ്ടാക്കാൻ ഉപകരിക്കുള്ളൂ. അപ്പോൾ എല്ലാവരോടും കുറച്ചും കൂടി ഹൃദ്യമായിട്ട് പെരുമാറാനുള്ള ശ്രമം നടത്തുക. നമ്മൾ അങ്ങോട്ട് എങ്ങനെ പെരുമാറുന്നോ അങ്ങനെ ആയിരിക്കുമല്ലോ നമ്മളോട് തിരിച്ചും കിട്ടുക. നമ്മൾ എങ്ങനത്തെ ഒരു കാലാവസ്ഥയിലാണോ അങ്ങനെ ആയിരിക്കും നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലും കാലാവസ്ഥ. പുറത്ത് ചൂടാണെങ്കിൽ ഉള്ളിലും ചൂട് തന്നെ ആയിരിക്കും, പുറത്ത് തണുപ്പാണെങ്കിൽ ഉള്ളിലും തണുപ്പ് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ചൂടാവുകയാണെങ്കിൽ എല്ലാവരോടും മോശമായിട്ട് പെരുമാറുന്ന അവസ്ഥയിലാണെങ്കിൽ തിരിച്ചും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി കെയർഫുള്ളായിട്ട് നമ്മളുടെ പ്രശ്നങ്ങളെ പുറത്തേക്ക് എത്തിക്കാതെ പുറത്തുള്ള നല്ല കാര്യങ്ങൾ അകത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സദക്കൊക്കെ അധികരിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനുള്ള ശ്രമം നടത്തുക. എല്ലാവരോടും ചിരിച്ച് ഇടപഴകാനുള്ള ശ്രമങ്ങൾ നടത്തുക. പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നമ്മളൊക്കെ പലതരം ബിസിനസ് ആയാലും പലതരം സംരംഭങ്ങളിലൊക്കെ ഇടപെടുന്ന ആളുകളാണ്. അള്ളാഹു നമുക്കൊക്കെ നല്ല ബർക്കത്ത് നൽകട്ടെ. അതേപോലെ തന്നെ ആരോഗ്യത്തോടും മാനസിക
ഉല്ലാസത്തോടു കൂടി നമ്മളെ പ്രവൃത്തികളിൽ പങ്കെടുക്കാനും അത് വിജയിപ്പിക്കാനും ഒക്കെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, ബർക്കത്ത് നൽകട്ടെ, ദീർഘായുസ്സും ആരോഗ്യവും നൽകട്ടെ. ആമീൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.